വോട്ടെടുപ്പ് കഴിഞ്ഞു. റെക്കോർഡ് പോളിംഗ് ആണ് പല ജില്ലകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റേറ്റ് ആവറേജ് തന്നെ ഏതാണ്ട് ഒരു 77% പോളിംഗ്, 80-നടുത്ത് വരെ ചില മണ്ഡലങ്ങളിൽ പോളിംഗ് നടന്നു, പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ. ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 69-അടുത്ത്. അവസാനം റൗണ്ട് ചെയ്യുമ്പോൾ 70 എത്താം. പക്ഷേ മറ്റ് ജില്ലകളിലെല്ലാം 75 മുതൽ 77%, ചില മണ്ഡലങ്ങളിൽ 80% വരെ പോളിംഗ് നടന്നിരിക്കുന്നു. അതൊരു വലിയ റെക്കോർഡാണ്. ഇപ്പം തീവ്ര വോട്ടർ പട്ടിക പുതുക്കലും എല്ലാം കഴിഞ്ഞ് അതിനകത്ത് പലവിധ ആക്ഷേപങ്ങളൊക്കെ വന്ന പുതിയ വോട്ടർ പട്ടികയിൽ മരിച്ചവരെയും നാട്ടിൽ താമസം ഇല്ലാത്തവരെല്ലാം ഒഴിവാക്കി എന്ന് അവകാശപ്പെടുന്ന പുതിയ വോട്ടർ പട്ടിക പ്രകാരം നടന്ന തിരഞ്ഞെടുപ്പാണ്. അവിടെ ഈ കനത്ത പോളിംഗ് വന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് പറയുമ്പോൾ പലരും ഒഴിവാക്കപ്പെട്ടു. അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ വോട്ട് ചെയ്ത എനിക്ക് നേരിട്ടറിയാവുന്ന അവരുടെ പേര് പട്ടികയിലില്ല. അപ്പം എനിക്ക് നേരിട്ടറിയാവുന്ന 10 പേര്, അതേപോലെ എത്ര പേര് അർഹരായവര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നതും അവിടെ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. ഈ ഇലക്ഷന്റെ സ്വഭാവം എന്താണ്? ഈ ഹൈ വോൾട്ടേജ് പ്രചാരണവും ഈ ഇത്രയും വലിയ പോളിംഗും പെർസെൻറ്റേജും വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് ശ്രദ്ധിച്ചത് പറയുകയാണ്. ചെറുപ്പക്കാർ, പുതിയ വോട്ടർമാർ, ആദ്യം വോട്ട് ചെയ്യാൻ വരുന്നവര്, 18 വയസ്സ് മുതലുള്ള പുതിയ വോട്ടർമാർ, 18-നും 25-നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കള് അവരവരുടെ വോട്ടവകാശം വിനിയോഗിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒരു കാര്യം. അവര് അരാഷ്ട്രീയവാദികളല്ല. നമ്മുടെ പുതിയ തലമുറയെ അവർ മൊബൈൽ ഫോണും കൈവച്ചുകൊണ്ട് ഇവരൊക്കെ വെറും അരാഷ്ട്രീയവാദികൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ പല പോളിംഗ് ബൂത്തുകളിലും കണ്ടൊരു കാഴ്ച, ചെറുപ്പക്കാർ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉൾപ്പെടുന്ന ആ യുവരക്തം കേരളത്തിൻ്റെ, അവര് ആണുങ്ങളും പെണ്ണുങ്ങളും യുവാക്കളും യുവതികളും വന്ന് വോട്ട് ചെയ്യും. അവരാർക്കാണ് വോട്ട് ചെയ്തിട്ടുണ്ടാവുക? അവർക്ക് ജാതി മത വർഗീയ ചിന്തകളൊന്നും ഇല്ലാത്തൊരു തലമുറയാണത്, പുതിയ തലമുറ. മറ്റു വിഷയങ്ങളൊന്നും അവരെ ബാധിക്കാറില്ല. ശബരിമല അവർക്ക് വിഷയമല്ല. അപ്പൊ അവര് വന്ന് കൂട്ടത്തോട് വോട്ട് ചെയ്തത് ആർക്കായിരിക്കും ചെയ്തിരിക്കുക? ഈ നാട് മുന്നോട്ട് പോകണമെങ്കിൽ ആരെ ജയിപ്പിക്കണം എന്ന് ഒരു ഉറച്ച തീരുമാനത്തോടെ യുവത, ചെറുപ്പക്കാർ വന്ന് ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ പോളിംഗ് പെർസെൻറ്റേജ് ഇത്രയും കൂടാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നത്. റിസൾട്ട് വരുമ്പോൾ അറിയാം നമ്മുടെ വിലയിരുത്തൽ എവിടെ വരെ എത്തി എന്നുള്ളത് അറിയാം. പിന്നെ വിവാദങ്ങൾ, അത് ഏത് ഇലക്ഷനും വിവാദങ്ങൾ വരും. ഇപ്പൊ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രന്റെ മേൽനോട്ടത്തിൽ പിന്നെ ഒരു വോട്ടിന് വേണ്ടി 5000 രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്നത് പ്രചാരണങ്ങൾ അതൊക്കെ നടക്കുന്നു. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ 24 മണിക്കൂർ ക്യാമറകളിൽ നിറഞ്ഞു നിന്നു. അതുകൊണ്ട് അവർക്ക് ഗുണമാണോ ദോഷമാണോ കിട്ടുക എന്നുള്ളത് ആർക്കറിയാൻ പറ്റും? അപ്പം മീഡിയ ചില വിവാദങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കി ചിലരെ സ്റ്റാറുകളാക്കി നിർത്തും വിവാദങ്ങളുടെ നടുവിൽ. ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തെ ഇങ്ങനെ എത്ര പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു ഓരോ ദിവസങ്ങളിലും, VD സതീഷിനെ ഉൾപ്പെടെ. പക്ഷെ ജനങ്ങൾക്കൊരു തീരുമാനമുണ്ട്. ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ സമൂഹത്തെ, കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കാണോ സാധിക്കുക അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് ആരാണെന്ന് വോട്ടെടുപ്പ് നമുക്ക് മനസ്സിലാക്കും. പിന്നെ പ്രീ പോൾ സർവേകളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ മേൽക്കൈ പറഞ്ഞിട്ടുണ്ട്. മനോരമ ഉൾപ്പെടെ, മാതൃഭൂമി ഉൾപ്പെടെ. ഇന്ത്യ ടുഡേയുടെ പ്രീ പോൾ സർവേയിലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം 80-85 സീറ്റ് വരെ പറയുന്നുണ്ട്. അപ്പം ഈ അഭിപ്രായ സർവേകളെല്ലാം കണ്ടിട്ട് അങ്ങ് മഞ്ഞളിച്ച് ഇരിക്കുന്നതിന്റെ പ്രസ്ഥാനമൊന്നാണ് LDF അല്ലെ ഇടതുപക്ഷം എന്ന് നമുക്ക് തോന്നുന്നില്ല. വരട്ടെ, സർവേകൾ പല വഴിക്ക് വരട്ടെ. അവസാനം വോട്ടെണ്ണുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ മലയാളി മനസ്സ് എങ്ങനെ ചിന്തിച്ചു എന്നുള്ളത്. അതാണ് പ്രധാനം. അപ്പോൾ യുവതയുടെ വോട്ട്, ചെറുപ്പക്കാരുടെ വോട്ട് ഈ ഇലക്ഷനിൽ നിർണായകമാണ്. അവര് കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി അവർ വോട്ട് ചെയ്തിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ വിവാദങ്ങളൊക്കെ ഒരു വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനകത്തൊന്നും വലിയ കാര്യമില്ല. ഇവിടെ പലരും ആഗ്രഹിച്ച പ്രചാരണങ്ങളൊന്നും വിലപ്പോയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ശബരിമല ആളിക്കത്തിക്കാൻ നോക്കി, അത് ചീറ്റിപ്പോയി. പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് തിരിച്ചടിച്ചതോടെ അവിടെ UDFന്റെ മുനി ഒടിഞ്ഞു. ശബരിമല
ആ ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ പോലും ഒരു വലിയ പ്രചരണ വിഷയമായിട്ട് മാറിയില്ല പത്തനംതിട്ടയിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പോലും അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിയില്ല. പിന്നെ മറ്റു വിഷയങ്ങൾ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ തോന്നും. പ്രതിപക്ഷം, അതുപോലെ BJP, NDA മുന്നണി, NDA അക്കൗണ്ട് തുറക്കും എന്നൊക്കെ പല സർവേകളും പറയുന്നുണ്ട്. തുറക്കട്ടെ, തുറക്കാതിരിക്കട്ടെ. ഒരിക്കൽ തുറന്നല്ലോ അക്കൗണ്ട്, ആ അക്കൗണ്ട് പിന്നെ പൂട്ടിപ്പോയി. ഇനി വീണ്ടും അവർ തുറക്കുന്നെങ്കിൽ തുറക്കട്ടെ. എന്തായാലും കേരളത്തിന്റെ ഭാവിയെ നിശ്ചയിക്കുന്ന ഒരു വോട്ടെടുപ്പാണ് നടന്നിരിക്കുന്നത്. ആര് ഭരിക്കണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് എണ്ണുമ്പോൾ എല്ലാവർക്കും വ്യക്തമാകും എന്തുകൊണ്ട് ഇവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്തു, ഈ മുന്നണിക്ക് എന്നുള്ളത്. വോട്ടെണ്ണുമ്പോൾ നമുക്ക് കാത്തിരിക്കാം. 2 ആഴ്ചയുണ്ടല്ലോ. മെയ് ആദ്യമല്ലേ വോട്ടെണ്ണൽ വരുന്നത്. അപ്പോൾ സമയമുണ്ട്. ഇഷ്ടംപോലെ ചറിവിതചാരണം ചെയ്യാനും വിലയിരുത്താനും നമുക്ക് സമയമുണ്ട്. വിലയിരുത്താം, പിന്നെയും വിലയിരുത്താം. ഓരോ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ.